ഹലോ ഡിയേഴ്സ്, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു സിമ്പിൾ റെസിപ്പിയാണ്. ഒരുപാട് പേർക്കുള്ള പ്രശ്നമാണ് ഇഡ്ഡലി സോഫ്റ്റായി വരുന്നില്ല എന്നുള്ളത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് ഇഡ്ഡലിയുടെ റെസിപ്പി കാണിക്കാമെന്ന്. അത് നമുക്ക് സാധാരണ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന പച്ചരി വെച്ചിട്ടാണ് ചെയ്യുന്നത്. വില കൂടിയ ഇഡ്ഡലി റൈസോ ഒന്നും വാങ്ങണ്ട. പ്രത്യേകിച്ച് ഒരു ചേരുവകളും ചേർക്കാണ്ട് സാധാരണ നമ്മൾ ചെയ്യുന്ന രീതിയിൽ തന്നെ ചെയ്യുക. ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല പഞ്ഞി പോലത്തെ ഇഡ്ഡലി നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ ഒരു സോഫ്റ്റ് ഇഡ്ഡലി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ ഓൾറെഡി അരിയൊക്കെ കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഞാനിവിടെ 3 ഗ്ലാസ് പച്ചരിക്ക് 1 ഗ്ലാസ് ഉഴുന്ന് എന്നുള്ള കണക്കിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെള്ളം ഒഴിച്ച് കുതിരാൻ വെക്കുക. ഉഴുന്നിൻ്റെ കൂടെ നമുക്ക് 1/2 ടീസ്പൂൺ ഉലുവ കൂടെ ചേർക്കണം. അങ്ങനെ ഞാൻ കുതിർത്ത് വെച്ചിട്ടുള്ളതാണ് ഇത്. നമ്മൾ കുതിർത്ത് വെക്കുന്ന സമയത്ത് 5 മണിക്കൂറെങ്കിലും ഇത് കുതിരാനായിട്ട് മാറ്റി വെക്കണം. നമ്മളൊരു 10 മണിക്ക് അരിയും ഉഴുന്നും കുതിർത്ത് വൈകുന്നേരം 5 മണിക്ക് അരക്കുന്ന രീതിയിൽ നമ്മളിത് ചെയ്തെടുക്കണം. അങ്ങനെ നമ്മൾ കുതിർത്ത് വെച്ചിട്ടുള്ള അരിയാണിത്. അപ്പോൾ നമ്മൾ ഇഡ്ഡലിയുടെ ഒരു കണക്കെന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ 10:5:8 എന്നാണ്. അതായത് 10 മണിക്ക് കുതിർത്ത് 5 മണിക്ക് അരച്ച് പിറ്റേന്ന് 8 മണിക്ക് നമ്മൾ രാവിലെ ചുട്ടെടുത്ത് കഴിയുമ്പോൾ നല്ല പൂ പോലത്തെ ഇഡ്ഡലി ഉണ്ടാക്കാം. അപ്പോൾ ആദ്യം ഞാൻ ചെയ്യുന്നത് നമ്മളെ മിക്സിയുടെ ജാറിലേക്ക് ഉഴുന്നിട്ട് കൊടുക്കുകയാണ്. ഉഴുന്നിപ്പോൾ കുറച്ചായതുകൊണ്ട് ഞാനൊരു തവണ തന്നെ അങ്ങ് അരക്കാനാണ് പോകുന്നത്. 2 പ്രാവശ്യമൊന്നും ഇടുന്നില്ല. നമ്മൾ ഉഴുന്ന് അരക്കുമ്പോൾ ഉഴുന്ന് കുതിർത്ത വെള്ളം കളയാതെ അതിൽ നിന്ന് കുറച്ച് വെള്ളം എടുത്തിട്ട് വേണം നമ്മൾ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നൈസായിട്ട് അരച്ചെടുത്തിട്ടുള്ള ഉഴുന്ന് മാവാണിത്. ഇനി നമുക്ക് ചെറിയൊരു ടിപ്പ് എന്ന് പറയുന്നത്, നമുക്കിപ്പോൾ തണുപ്പ് കാലമൊക്കെ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് പൊങ്ങി വരാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാവും നമ്മൾ ഇഡ്ഡലി മാവിനൊക്കെ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇതുപോലത്തെ ഒരു കാസറോളിൽ നമ്മൾ മാവ് റെഡിയാക്കി വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് പൊങ്ങി വരും. ഞാൻ സാധാരണയായിട്ട് ഇതിൽ തന്നെയാണ് നമ്മൾ ഇഡ്ഡലി മാവ് അരച്ച് വെക്കുന്നത്. ഇപ്പോൾ തണുപ്പ് കാലമാണെങ്കിലും അല്ലെങ്കിലെല്ലാം നിങ്ങൾക്ക് ഇതുപോലെ കാസറോളിൽ നിങ്ങൾ മാവ് കൂട്ടി വെച്ച് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് നമുക്ക് പുളിച്ച് കിട്ടും. അപ്പോൾ അതൊരു ടിപ്പാണ്. അപ്പോൾ ഞാൻ ഉഴുന്ന് അരച്ചു മാറ്റി വെച്ചു. ഇനി നമുക്ക് പച്ചരി അരക്കാം. പച്ചരി ഞാൻ 2 തവണയായിട്ടാണ് അരക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യം കുറച്ചിട്ടു. നമ്മൾ ഉഴുന്ന് കുതിർത്ത അതേ വെള്ളം തന്നെയാണ് ഇതിൽ ഉപയോഗിക്കേണ്ടത്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ചോറിട്ട് കൊടുക്കുക. ചോറ് അധികം ആവരുത്. അധികമായി കഴിഞ്ഞാൽ നമ്മൾ ഇഡ്ഡലി ഒരു പശ മാതിരി ഉണ്ടാവും. അപ്പോൾ ഞാനിതാ നമ്മൾ ഉഴുന്ന് കുതിർത്ത് വെച്ച അതേ വെള്ളത്തിൽ നിന്ന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതും അരച്ചെടുക്കുക. അരച്ചെടുക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരുപാട് ലൂസായി പോകരുത്. നമ്മൾ ഇഡ്ഡലി മാവായതുകൊണ്ട് തന്നെ കുറച്ച് കട്ടി വേണം. അപ്പം വെള്ളം കുറച്ചിട്ട് അരച്ചെടുക്കുക. വേണമെങ്കിൽ നമുക്ക് പിന്നെ ചേർക്കാമല്ലോ. അപ്പം നമ്മൾ മാവ് എല്ലാം അരച്ചെടുത്തു. എല്ലാം കാസറോളിൽ തന്നെ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ആ ജാറിൽ ഇച്ചിരി വെള്ളം കൂടെ ഒഴിച്ചിട്ടൊന്ന് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഞാനിതിലേക്ക് ഉപ്പ് ചേർക്കുകയാണ്. നമുക്ക് വേണമെങ്കിൽ ഇപ്പം ചേർക്കാം, ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ രാവിലെ ഉണ്ടാക്കുന്ന സമയത്തും ചേർക്കാം. ഞാൻ എപ്പോഴും ഇതുപോലെ മാവ് അരച്ച ഉടനെ തന്നെ ചേർത്ത് വെക്കുകയാണ് ചെയ്യാം. ഇനി നമ്മൾ ചെയ്യേണ്ടത് അടുത്ത പരിപാടി എന്ന് പറയുന്നത് കൈ വെച്ച് നന്നായിട്ട് കുഴച്ചെടുക്കുക. സ്പൂണൊന്നും വെച്ച് കുഴക്കണ്ട. മിക്സ് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ കൈ വെച്ച് മിക്സ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അതാകുമ്പോഴാണ് നന്നായിട്ട് പുളിച്ച് വരാനൊക്കെ വളരെ നല്ലത്. നമ്മൾ കൈ വെച്ച് ചെയ്യുന്നത് തന്നെയാണ്. ഇതുപോലെ മാവ് നല്ല സോഫ്റ്റാക്കി എടുക്കാം. ഇനി നമ്മളിത് അടച്ച് വെച്ച് നമ്മൾ പിറ്റേന്ന് രാവിലെ 8 മണിക്ക് നമുക്കിത് ചുട്ടെടുക്കാം. 8 മണി അല്ലെങ്കിൽ 7 മണിക്കും ചുട്ടെടുക്കാം. കാരണം നമ്മൾ കാസറോളിൽ വെച്ചത് കൊണ്ട് തന്നെ നന്നായിട്ട് പൊങ്ങി വരും. അങ്ങനെ പിറ്റേ ദിവസം രാവിലെയായി. ഇപ്പം നമുക്കിനി ഇഡ്ഡലി മാവ് പൊങ്ങിയോ നോക്കാം. ഇപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും നന്നായിട്ട് പൊങ്ങിയിട്ടുണ്ട്. നമ്മൾ സ്പൂൺ വെച്ച് കോരി എടുക്കുമ്പോൾ ഈ ഒരു രീതിയിൽ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മളിങ്ങനെ ഒരുപാട് അങ്ങിട്ട് ഇളക്കരുത്. മെല്ലെ പതുക്കെ ഒന്ന് മിക്സാക്കി എടുത്താൽ മതി. ഓൾറെഡി നമ്മൾ ഉപ്പൊക്കെ ചേർത്ത് വെച്ചതുകൊണ്ട് നമുക്കിനി അങ്ങനെ ഒരുപാട് ഇളക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് ആ ഒരു സോഫ്റ്റ്നെസ് പോവാത്ത രീതിയിൽ മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇഡ്ഡലി ചുട്ടെടുക്കാം. അതിനായിട്ട് നമ്മൾ ഇഡ്ഡലി തട്ടിലേക്ക് കുറച്ച് എണ്ണ തടവി കൊടുക്കുക. ഞാൻ എപ്പോഴും ഇതുപോലെ എള്ളെണ്ണയാണ് ഇഡ്ഡലി തട്ടിൽ തടവുക. ഏതെണ്ണയാലും കുഴപ്പമില്ല, വെളിച്ചെണ്ണയോ ഓയിലോ എന്തോ വേണമെങ്കിലും ഉപയോഗിക്കാം. അപ്പം നമ്മൾ എണ്ണ എല്ലാ സ്ഥലത്തും ഒന്ന് തടവി കൊടുക്കുക. 2 തട്ടിലും തടവി കൊടുക്കുക. അതിനുശേഷം നമുക്ക് മാവ് കുറേശ്ശേരം ഒഴിച്ചു കൊടുക്കുക. മാവ് ഒഴിക്കുന്ന സമയത്ത് ഒരുപാട് അങ്ങ് പുറത്തേക്ക് ആവുന്ന രീതിയിൽ ഒഴിക്കേണ്ട. നമ്മൾ കറക്റ്റായിട്ട് ഒഴിച്ചാൽ മതി. കാരണം ഇത് പൊങ്ങി വരുമ്പോൾ ഇല്ലെങ്കിൽ ഒരു സൈസ് വലുതായി പോകും. കാണാനൊരു ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കറക്റ്റ് ആ ഒരു വലുപ്പത്തിൽ ചെയ്യുന്നതായിരിക്കും നല്ലത്. അങ്ങനെ നമ്മൾ 2 തട്ടിൽ നമ്മൾ മാവ് കോരി ഒഴിച്ചു കൊടുക്കുക. പിന്നെ നമ്മൾ ഇഡ്ഡലി ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, വെള്ളം നന്നായി തിളച്ചതിന് ശേഷം മാത്രമേ നമ്മൾ തട്ട് ഇതിലേക്ക് വെച്ച് കൊടുക്കാൻ പാടുള്ളൂ. നമ്മൾ ചൂടാവാതെ നമ്മൾ ഈ ഒരു ഇഡ്ഡലി മാവ് അതിൽ വെച്ച് കൊടുത്ത് കഴിയുമ്പോൾ ഇഡ്ഡലി ഹാർഡാവും. അപ്പോൾ അതുകൊണ്ട് വെള്ളം നന്നായിട്ട് ചൂടായതിന് ശേഷം മാത്രം നമ്മൾ ഇഡ്ഡലി തട്ട് നമ്മൾ വെച്ച് കൊടുക്കുക. ഇനി നമ്മൾ അടച്ച് വെച്ച് ഒരു 15 മിനിറ്റ് നമ്മളിത് മീഡിയം തീയിൽ വെച്ചിട്ട് വേവിച്ചെടുത്ത് കഴിയുമ്പോൾ നമ്മൾ നല്ല സോഫ്റ്റ് ഇഡ്ഡലി റെഡിയാവും. അങ്ങനെ ഒരു 15 മിനിറ്റിന് ശേഷം ഞാൻ തുറന്ന് നോക്കി. അപ്പം നന്നായിട്ട് വെന്തിട്ടുണ്ട്, ഒട്ടുന്നൊന്നുമില്ല. വേണമെങ്കിൽ നിങ്ങൾക്കൊരു എന്തെങ്കിലും ഒരു ടൂത്ത് പിക്കൊക്കെ വെച്ചിട്ട് കുത്തി നോക്കാം. ഒന്ന് തണുത്തതിന് ശേഷം മാത്രം നമ്മൾ എപ്പോഴും ഇതുപോലെ അടത്തിയെടുക്കുക. വേണമെങ്കിൽ കുറച്ച് പച്ചവെള്ളം തെളിച്ച് കൊടുക്കുക. ഞാൻ പക്ഷെ ഒന്നും ചെയ്യലില്ല. ജസ്റ്റ് ഒന്ന് തണുത്തതിന് ശേഷം ഇതുപോലെ നമുക്ക് ഈസി ആയിട്ട് എടുക്കാൻ പറ്റും. നല്ല പഞ്ഞി പോലത്തെ ഇഡ്ഡലിയാണ്. നിങ്ങൾക്കിത് രാത്രി ആയാലും ഈ ഒരു സോഫ്റ്റ്നെസ് ഇഡ്ഡലിക്ക് ഉണ്ടാവും.
അപ്പോൾ നമ്മൾ ഇഡ്ഡലി പുറത്തെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പാത്രത്തിൽ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അടച്ച് വെക്കുക. തുറന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഹാർഡാവും. അപ്പോൾ ഇതുപോലെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല സോഫ്റ്റായിട്ട് ഇഡ്ഡലി ആർക്കും ഉണ്ടാക്കാം. ആദ്യമായിട്ട് ഉണ്ടാക്കുന്നവർക്ക് പോലും ഫ്ലോപ്പ് ആവാണ്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പം ഞാൻ 2 തട്ടിലുള്ള ഇഡ്ഡലി ഇതുപോലെ പുറത്തെടുത്തിട്ടുണ്ട്. എനിക്ക് ഇത്രേ ആവശ്യമുള്ളൂ, അതുകൊണ്ട് ഞാൻ ഇത്രേ ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ നമ്മൾ നല്ല അടിപൊളിയായിട്ടുള്ള സോഫ്റ്റായിട്ടുള്ള ഇഡ്ഡലി റെഡി ആയിട്ടുണ്ട്. നമ്മൾ വില കൂടിയ ഇഡ്ഡലി റൈസോ ഒന്നും ഉപയോഗിക്കേണ്ട. നമ്മൾ സാധാരണ റേഷൻ കടയിൽ പച്ചരി കൊണ്ടാണ് ഞാൻ ഈ ഒരു ഇഡ്ഡലി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങളും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഉണ്ടാക്കിയിട്ട് ശരിയാത്തവരുണ്ടെങ്കിൽ ഈ ഒരു രീതി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. ഞാൻ പറഞ്ഞ ആ റേഷ്യോ ഒക്കെ ഒന്ന് കറക്റ്റ് ഓർത്താൽ മതി. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം. താങ്ക്